ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു പുതിയ മൾട്ടിമീറ്റർ ആട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട്, ബാറ്ററി കറണ്ട് അങ്ങനെയുള്ള മെഷർമെൻറ്റുകൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ പരിശോധിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു ഉപകരണമാണ് ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കപ്പാസിറ്റർ വരെ നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇലക്ട്രോണിക്സ് കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ കാണുന്നൊരു മീറ്റർ എന്ന് പറയുന്നത്. ഇതൊരു 9 വോൾട്ട് ബാറ്ററിയിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ ബാറ്ററി നിൽക്കും കേട്ടോ. അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാറ്റലോഗാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ അത് അളക്കുന്നതിന് വേണ്ടിയിട്ട് കറുപ്പും ചുമലയും ആയിട്ടുള്ള 2 വയറുകളുണ്ട്. ഇത് കറുപ്പും ചുമലെന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് അല്ലെ എർത്ത് ബ്ലാക്ക് ആയിരിക്കും. അതാണ്. അപ്പോൾ ബാറ്ററി ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാറ്ററി പുറത്ത് വെച്ചാൽ വരുന്നത്. നമ്മളത് കിട്ടിയതിന് ശേഷം വേണം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് തന്നെ വെച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ചാർജ് തീർന്നു പോകും. അതുകൊണ്ട് ബാറ്ററി അഡീഷണൽ ആയിട്ട് വരും. അത് കറക്റ്റായിട്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ പുറകിൽ ഇതുപോലെ നമ്മൾ കയറ്റി വെച്ച് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചാൽ മതി. ഇത് ഓട്ടോ ഓഫാണ്. ഇപ്പോൾ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്, ഇതിന് ഓൺ സ്വിച്ച് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിലേക്ക് നമ്മൾ തിരിക്കുന്ന സമയത്താണ് ഇത് ഓണായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് അളക്കുക, അതിനുശേഷം കറണ്ടിൻ്റെ ചാർജ് അളക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ റെസിസ്റ്റൻസ് അളക്കാം, കപ്പാസിറ്റർ, കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ ചെറിയ ട്രാൻസിസ്റ്ററുകൾ, ഇതെല്ലാം നമുക്ക് അളക്കാനായിട്ട് ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇതിനകത്ത് മെയിനായിട്ട് ആംബിയർ അളക്കാനുള്ള മീറ്ററും കൂടെ ഇതിൽ ഉണ്ടെന്നുള്ളതാണ്. കണ്ടോ, ഇടതുവശത്തായിട്ട് കാണുന്ന 2 ഹോളുകൾ കണ്ടോ, അവിടെ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 ആംബിയർ വരെയുള്ളത് നമുക്ക് അളക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററി പഴയതായതുകൊണ്ട് തന്നെ പല വോൾട്ടുകളാണ്, 1.50 അടുത്ത് കാണിക്കേണ്ടതാണ്. അപ്പോൾ ബാറ്ററിയുടെ പഴക്കം ഉള്ളതുകൊണ്ടാണ് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ടൊരു പുതിയ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഇതിലേക്ക് കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്, ഇതിനകത്ത് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഈ ബാറ്ററി അളക്കുന്ന ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയി നോബ് തിരിച്ച് വെച്ചിട്ട് കറണ്ട് അളന്ന് കഴിഞ്ഞാൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. മീറ്ററിൻ്റെ പണി അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ മറന്നു പോയിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ മൾട്ടിമീറ്ററിന് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറണ്ടായി കുത്തുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കണം എവിടെയാണ് നമ്മൾ നോബ് തിരിഞ്ഞ് ഇരിക്കുന്നതെന്നുള്ള പ്രത്യേകം നമ്മൾ അതിൽ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 500 രൂപ 1000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു മൾട്ടിമീറ്റർ വാങ്ങിച്ചാൽ അതിനേക്കാളും കൂടിയ വിലകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ കറണ്ടിൻ്റെ ഇതിലിട്ടിട്ട് ബാറ്ററിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയോ നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് കറണ്ടിൻ്റെ ഇതിൽ അളക്കാൻ പറ്റും 750 വോൾട്ട് വരെ നമുക്ക് അളക്കാൻ പറ്റും. ബാറ്ററിയുടെ ആണെങ്കിൽ 1000 വോൾട്ട് വരെ അളക്കാൻ പറ്റും. നമ്മളപ്പോൾ അളക്കുന്നതെന്ന് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ ആണ് കേട്ടോ. നമ്മൾ അളക്കുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന നമ്മൾ അളക്കുന്ന സമയത്ത് അതിൽ 10, 20, 30 അത്രയൊക്കെ വോൾട്ടൊക്കെ ചിലപ്പം കാണിക്കും. ഇപ്പോൾ ചാർജ് തീർന്ന ഒരു ബാറ്ററി എന്നാണ് നമ്മളിപ്പോൾ അളക്കുന്നത്. അതാണ് കുറഞ്ഞ ചാർജിൽ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന മറ്റുള്ള കണക്ഷൻ നോക്കുന്ന സമയത്ത് അത് പാനലിൽ നിന്നുള്ളത് നേരിട്ട് 30 വോൾട്ടിലാണെങ്കിലും നമ്മൾ ചാർജ് ബാറ്ററി കയറുന്ന സമയത്ത് കറക്റ്റ് 12 വോൾട്ട് ആയിരിക്കും. അതുകൂടാണ് നമ്മളിതിപ്പോൾ കറണ്ട് അളക്കുകയാണത്. കറണ്ട് അളക്കുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിമീറ്റർ നോക്കണം. കണ്ട 270 സംതിങ് വോൾട്ടേജ് കാണിക്കണം. അതിൻ്റെ നോബ് തിരിച്ചിട്ടിരിക്കുന്നത് കറക്റ്റ് കറണ്ടിൻ്റെ ആ ഭാഗത്ത് മാത്രം ആയിരിക്കണം. വേറെ ഒരു സ്ഥലത്തേക്ക് നോബ് തിരിഞ്ഞിരിക്കരുത്. ധൃതി പിടിച്ച് തിരിക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാമേജ് ആയിപ്പോവും. അങ്ങനെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് വീഡിയോ? ഓക്കെ, താങ്ക്സ്.